ഇതാണ് ഒരു മഷ്റൂം ബിരിയാണി റെസിപ്പി. വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മഷ്റൂം ബിരിയാണി. ഒരു പ്രത്യേക രീതിയിലാണ് ഈ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മളതിന് വേണ്ടിയിട്ട് ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് തേങ്ങ ചിരവിയത്, ഒരു 6 ഉണക്കമുളക്, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു. ഒന്നുകൂടി പറയാം. ഒരു 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 6 വറ്റൽമുളക്, കുറച്ച് തേങ്ങ ചിരവിയത്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ടു. അതിലേക്ക് 1 സ്പൂണോളം വിനാഗിരി കൂടി ഒഴിച്ചു. ഈ വിനാഗിരിയും വറ്റൽമുളകിനും പകരം റെഡ് ചില്ലി പേസ്റ്റ് ഒരു സ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ മതി. ആ പേസ്റ്റ് ഇല്ലെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്താലും മതി. ഇത്രയും സാധനങ്ങൾ നന്നായി അരച്ചു വേണം. ആദ്യം നമ്മൾ വെള്ളം ചേർക്കാതെ ഒന്ന് അരയ്ക്കും. അതിനുശേഷം 2-3 സ്പൂൺ വെള്ളം ചേർത്തിട്ട് നമ്മളൊന്നുകൂടി അരയ്ക്കും ഇവിടെ. അപ്പോൾ നമ്മൾ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യണം. കുക്കർ വെച്ചു. അതിലേക്ക് 2 സ്പൂൺ നെയ്യ്, 1 സ്പൂൺ എണ്ണ ഇത്തിരി ഒഴിച്ചു. അതിന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുത്തു. ഒരു 2-3 ഏലക്കായ, ഒരു 3 കരയാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 2 ബേ ലീഫ്, അതുപോലെ ഒരു ചെറിയ കഷ്ണം നമ്മുടെ ജാതിപത്രി. ഇത്രയും സാധനങ്ങൾ ഇട്ടു. അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവോള അരിഞ്ഞത് കൂടി ചേർക്കും. സവോള സാധാരണ ബിരിയാണിക്കുള്ളതിനേക്കാളേറെ നന്നായിട്ട് മുരിഞ്ഞ് വരണം. ഏകദേശം ഒരു ബ്രൗൺ കളറിലേക്ക് അത് വരണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് വേഗത്തിൽ നല്ല രീതിയിൽ വാടി വരാനായിട്ട് 1 സ്പൂണ് ഉപ്പ് കൂടി ചേർക്കും. ഉപ്പ് നമുക്ക് വീണ്ടും ചേർക്കേണ്ടി വരും. നമ്മളിപ്പോൾ 1 സ്പൂൺ ചേർക്കും. ഈ ഉള്ളി ഒന്ന് വഴഞ്ഞ് കിട്ടാനായിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റുക. ഒരു ബ്രൗൺ കളറിലേക്ക് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഉള്ളി ഒന്ന് മൂത്തു, ഒരു ട്രാൻസ്പെറൻറ്റ് കളറിലേക്ക് വന്നു. കളറ് മാറാൻ തുടങ്ങി. ഈ ഒരു പൊസിഷനിൽ തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞു. ആ തക്കാളി നന്നായിട്ട് പൊടിഞ്ഞ് വരണം. ഒന്ന് ഇളക്കുക. എന്നിട്ട് കുക്കർ ചെറുതായിട്ടൊന്ന് അടച്ചു വയ്ക്കും. വലിയ രീതിയിലൊന്നും അടച്ചു വെക്കണമെന്നില്ല. അനുഭവിച്ചിട്ടൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അധികം വരുന്ന ആവിയൊക്കെ അത് ഇവിടെ കൊള്ളും. അല്പം ഒന്ന് വെയിറ്റ് ചെയ്യും.
ഇപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. മണമൊക്കെ ഒന്ന് തുടങ്ങി, ഉള്ളി മൂത്ത മണം, അതുപോലെ തക്കാളി ഇടയിൽ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, വേറെ പൊടികളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. നന്നായിട്ട് എടുക്കുക. ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി ആ അരപ്പ് നന്നായിട്ടൊന്ന് ചേർക്കാം. അരപ്പ് ഈ പറഞ്ഞ പോലെ ഒന്ന് മൂത്ത് വരണം. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ കഴുകി വൃത്തിക്ക് വെച്ചിട്ടുള്ള മഷ്റൂം ഇട്ടു കൊടുക്കും. അധികം ചെറിയ പീസുകളാക്കരുത് മഷ്റൂം. ഒരു 4 വലിയ മഷ്റൂമൊക്കെയാണ് 4 ചെറുതാണെങ്കിൽ 2 മുറിക്കും. മഷ്റൂം ഇട്ട് ഈ മസാല അതിലേക്ക് മുഴുവനായിട്ട് പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കും. ഈ മഷ്റൂം ഒന്നുകൂടെ വേവണം, കുറച്ചൊന്ന് വേവണം. ഒരു പകുതി വേവൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി കൊടുക്കും. പരത്തിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു. നേരത്തെ പോലെ തന്നെ പ്രഷർ കുക്കറിൻ്റെ അടപ്പിട്ട് ജസ്റ്റ് അടച്ചു വയ്ക്കും. അപ്പോൾ നമ്മുടെ മഷ്റൂമൊക്കെ ഒരു പകുതി വേവിലേക്കായി. ഞാൻ പറയുന്നു മഷ്റൂമിൽ കുറച്ച് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. വെള്ളം ഇറങ്ങിയിട്ട് ഒന്ന് ഇളക്കിടുക. ഈ പൊസിഷനിൽ ഉപ്പ് നോക്കാം.
ഇപ്പോൾ കറിയിലേക്ക് പാകമുള്ള ഉപ്പാണ്. നമ്മൾക്ക് അരി കൂടി വരും, അപ്പോൾ അതുകൂടി കണക്കായിട്ട് വേണം ഉപ്പിടാൻ. 1 സ്പൂൺ കൂടി ഇതിൽ ചേർക്കും. ഉപ്പ് കുറച്ച് മുന്നിലേക്ക് നിൽക്കണം, അപ്പോഴാണ് അരി കൂടി വരുമ്പോൾ അത് നന്നായി നിൽക്കുള്ളൂ. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കുക. ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കുറച്ച് ഇട്ടുള്ളൂ. കുറച്ച് പുതിനയിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലി. വീണ്ടും ഇളക്കുക. ഒന്നുകൂടി ഉപ്പ് നോക്കുന്നു. ഓക്കെ, ഉപ്പ് കുറച്ച് മുന്തി നിൽക്കുന്നുണ്ട്. ഇത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 30 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വാർത്തെടുത്തിട്ടുള്ള അരി ഇതിനകത്തേക്ക് ഇട്ടു. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം, അങ്ങനെയാണ് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കൈമ ബിരിയാണി അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളം ചേർക്കുക. അരി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനിയുള്ളത് തികച്ചും ഓപ്ഷണലാണ്. 1 സ്പൂണ് കുരുമുളക് പൊടി. താല്പര്യമുള്ളവർ ഇട്ടാൽ മതി, അല്ലാത്തവർ ഇട്ടാൽ. ഇത് കഴിഞ്ഞാൽ അല്പം ടൂട്ടി ഫ്രൂട്ടി, ഇതും ഓപ്ഷനാണ്. താല്പര്യമുള്ള ആൾക്കാർ ഇട്ടാൽ. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. വീണ്ടും നമ്മൾ ഇളക്കുന്നു. ഇനി നമ്മൾ 2.5 ഗ്ലാസ് വെള്ളം ഇതിനകത്തേക്ക് ചേർക്കുന്നു. 2.5 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ചേർക്കുന്നു. ഒരു കപ്പാണ്, കപ്പിന് 1.25 കപ്പ് വെള്ളം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 2.5 ഗ്ലാസ് വെള്ളം. ഒന്ന് ഇളക്കുക. നേരത്തെ ഇളക്കുമ്പോൾ അതിൻ്റെ വക്കിലൊക്കെ അരി പിടിച്ചിരിക്കുന്നുണ്ടാകും. അതൊക്കെ ഒന്ന് ഈ വെള്ളത്തിൽ ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ്. അതിനുശേഷം പ്രഷർ കുക്കർ അടയ്ക്കും. അടച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വിസിൽ വെച്ചിട്ടില്ല. ഇതിൻ്റെ ആവി വന്നു തുടങ്ങി കഴിഞ്ഞാൽ അവിടേക്ക് വെയിറ്റ് വയ്ക്കാം. വെയിറ്റ് വെച്ചതിന് ശേഷം ആവി വന്നിട്ടാണ് വെയിറ്റ് വയ്ക്കുക. വെയിറ്റ് വെച്ചതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. അതിനിടയിൽ വിസിൽ വന്നാലും ശരി, വിസിൽ വന്നു കഴിഞ്ഞാൽ ശരി, നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം.
പിന്നെ ഒന്ന് സെറ്റിലായതിനു ശേഷം നിങ്ങൾക്കെടുത്ത് ഉപയോഗിക്കാം. ബിരിയാണി എപ്പോഴും ഒന്ന് തണുത്തതിന് ശേഷം എടുക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ, ചൂട് കൊടുക്കുന്ന എടുക്കുന്നതിനേക്കാൾ. അപ്പോൾ ഇനി നമ്മൾ ബിരിയാണി തുറക്കുക. ഒന്ന് ഇളക്കിയിടുക. ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വന്നു. ഇത്രയാണ് ഒരു മഷ്റൂം ബിരിയാണി.